കുറേ നാളൊരു ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എപ്പോഴും വിചാരിക്കും ചെയ്യണമെന്ന്, പക്ഷേ സമയക്കുറവ് കൊണ്ടൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സമയക്കുറവുണ്ട്, ഡ്യൂട്ടിയുണ്ട്, അതുപോലെ നല്ല സിക്കുമാണ്, പനിയൊക്കെ ആയിട്ട് ഇന്നലെ ലീവാണ്. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് വന്നത് തന്നെ. സംസാരിക്കാനൊക്കെ വിഷമമുണ്ട്, എന്നാലും ഈ വർഷത്തിലെ അവസാനത്തെ വീഡിയോ അല്ലേ. ഇനി നമുക്ക് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ 2024 അവസാനിക്കുകയാണ്. എല്ലാവരുടെ ലൈഫിലുണ്ടാവും അല്ലേ ഈ ഒരു വർഷത്തെ ഒരു പിന്തിരിഞ്ഞ് നോക്കാൻ കുറേ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും 2024 എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് നല്ല സുഖമുള്ളൊരു വർഷമൊന്നും ആയിരുന്നില്ല. 2024 മാത്രമല്ല, 2023 അങ്ങനെയായിരുന്നു. ചില നഗ്ന സത്യങ്ങളൊക്കെ ലൈഫിൽ തിരിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു. അത് ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല. നമുക്ക് എന്താ പറയുക, ഒരു വിധിയൊക്കെ ഉണ്ടല്ലോ. ദൈവം നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത്, അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് കിട്ടാതെ നമ്മളുടെ കയ്യെത്തുന്ന അടുത്ത് വരെ വന്നിട്ട് അത് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചൊക്കെ വിധി കൊണ്ടുപോകാമെന്ന് പറയില്ല. അങ്ങനത്തെ ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ച് 2024 എന്ന് പറയുന്നത്. പിന്നെ വെച്ചാൽ എനിക്ക് കൂടുതലും സങ്കടം തോന്നിയൊരു ഒരു വർഷമായിരുന്നു. അതുപോലെ തന്നെ നിരാശയുടെ എന്താ പറയുക, പീക്ക് ലെവലിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ വേണ്ടായിരുന്നു, തകർന്നു പോയല്ലോ എന്ന് തോന്നിയ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നമുക്ക് എന്ത് വേണമെന്ന് ആഗ്രഹിച്ചതൊക്കെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയ ഒരു വർഷമായിരുന്നു. അതുപോലെ കരിയറിലും അങ്ങനെ വലിയ വിചാരിച്ച പോലെ നല്ല അബ്രോഡ് പോകണമെന്നൊക്കെ വിചാരിച്ചത് നടന്നില്ല. ഇങ്ങനെയൊക്കെ ഡിലേ ഒക്കെ വന്നു. അങ്ങനെ പേഴ്സണലി പിന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളൊക്കെ വന്നു. അങ്ങനെ കുറേ എന്താ പറയുക, സാമ്പത്തികമായും മാനസികമായും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളാണ് എനിക്ക് 2024 എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്. 2023 എനിക്ക് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, എങ്കിലും അങ്ങനെ ഇനി വരുന്ന 2025 നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു 2025 ഞാൻ ആശംസിക്കുകയാണ്. നമുക്കിപ്പോൾ 2024 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന വയനാട്ടിലതുകൊണ്ട് എനിക്ക് 2024 തീരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓരോ ദിവസം ഇപ്പോൾ ഓർക്കുന്ന ശ്രുതിയെ പറ്റിയാണ്. വയനാട്ടിലെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടും പ്രതിശ്രുത വരം നഷ്ടപ്പെട്ടു, അങ്ങനെ ആ കുട്ടിയുടെ ഒരവസ്ഥ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളത് പറയാറുണ്ട്. ആ കുട്ടിക്ക് ഇതൊക്കെ സഹിച്ചതൊക്കെ ഓവർകം ചെയ്യാനുള്ള ദൈവമുള്ള ശക്തി പ്രാപ്തിയൊക്കെ നൽകട്ടെ ആ കുട്ടിക്ക്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും അങ്ങനെ ഇതൊരു സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. നമ്മളെ പേഴ്സണൽ ലൈഫിൽ നമുക്കും പല രീതിയിലുള്ള വിഷമങ്ങളുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ടെൻഷനും മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോയ ഒരു വർഷമാണിത്. ഇനി വരുന്ന വർഷം എന്താണെന്നറിയില്ല, നല്ലൊരു വർഷമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ ആഗ്രഹിച്ച പോലെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം സത്യം പറയുക 2024 ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതൊന്നും എനിക്ക് നേടാൻ പറ്റാതെ വേറെ ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടുന്നത് വേറെ എന്തൊക്കെയോ എൻ്റെ കൈകളിൽ വന്ന് ആരോ എന്താ പറയുക ഒരു വഴി കാണിച്ചിരുന്നു, അതിലേക്കൂടെ പോകുന്നു. അത് എനിക്കുണ്ടായിരുന്ന എയിം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ ആ ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തതിൻ്റെ ഭയങ്കര നിരാശ എനിക്കുണ്ട്. 2025 എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് നമുക്ക് വേണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല, അല്ലെ ഇനി മുന്നോട്ട് ജീവിക്കാൻ അതൊക്കെ ഒഴിവാക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് നമ്മളെ ഒരു വിധിയുടെ ഭാഗമായിട്ടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എന്നാലും എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു ലൈഫാണ്. ഇനി പ്രതീക്ഷയ്ക്ക് ഇടം പോലും നൽകാത്ത വിധം പല തളർച്ചകളും ലൈഫിലുണ്ടായിട്ടുണ്ട് ഈ ഒരു വർഷം. ഇനിയൊന്നത് ആഗ്രഹിക്കേണ്ട, ഇനിയൊന്നും അത് കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദുർബല നിമിഷങ്ങൾ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന വർഷം അങ്ങനെയൊന്നുമില്ലാതെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ നല്ലൊരു വർഷം എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ദൈവത്തോട് ഞാൻ പറയും, ദൈവമേ കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊന്നും അടുത്ത വർഷം തരരുത്, ഇനി എന്തെങ്കിലും വന്നാൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എന്തായാലും യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ആക്റ്റീവ് ആകാനൊക്കെ ടൈം കിട്ടിയത് ഈ വർഷമാണ്. കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് ടൈമിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നു, ഷോർട്സൊക്കെ ചെയ്തു. അത്യാവശ്യം തന്നെ കുറച്ച് നല്ല എന്താ പറയുക, കുറേ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ചെയ്തു. എനിക്കങ്ങനെ വലിയ സമയമൊന്നും കിട്ടാറില്ല, കിട്ടുന്ന സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. വലിയ പ്ലാനൊക്കെ ചെയ്യും,
അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വല്ല നോട്ടൊക്കെ ചെയ്ത് വെക്കും. പക്ഷെ ഒരിക്കലും എൻ്റെ ആ സമയത്ത് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വീട്ടിലൊരു ടൈമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഹൗസ് വൈഫാണ്, അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലൂടെ എനിക്ക് ഓൾമോസ്റ്റ് ടൈമിൽ ഇപ്പോൾ അസുഖമായിരിക്കും എപ്പോഴും. ഇവിടെ നിന്നിട്ട് ഭയങ്കര കൊതുകടിക്കുന്നു. എറണാകുളം എന്ന് പറയുമ്പോൾ അറിയാൻ എവിടെ നോക്കിയാലും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ കൊതുകാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ക്രിസ്മസ് ഇപ്പം കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ബ്ലെസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും നമുക്ക് വരാതിരിക്കാൻ. അതുപോലെ എനിക്ക് യൂട്യൂബിൽ ഒരുപാട് നല്ല പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.